ശ്രീ ജേക്കബ് ജോർജ്, ആക്സസ് കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്മജ പറയുന്നത് എന്നെ എന്നെ ആദ്യം LDF സമീപിച്ചു, പിന്നെ രണ്ടാമത് BJP. കുറച്ചുകൂടി അട്രാക്റ്റീവായി പത്മജയ്ക്ക് തോന്നിയിട്ടുണ്ടാവുക BJPയുടെ ഓഫറായിരിക്കും. BJPയിലേക്ക് പത്മജ പോകുന്നു. ഇന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നു എന്നെ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് LDF സമീപിച്ചിരുന്നു എന്ന്. ദല്ലാൽ നന്ദകുമാർ പറയുന്നു വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി ദീപ്തി മേരി വർഗീസ് അവർ വോട്ട് ചെയ്തതിൻ്റെ VVPAT ഫോട്ടോ എടുത്ത് അയച്ചു തന്നു എന്ന് പറയുന്നു. അങ്ങനെ സാധാരണഗതിയിൽ അത് ഉണ്ടാകാറുണ്ടോ കേരളത്തിൽ? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം, ആറാം തുടങ്ങിയിട്ട് വർഷങ്ങളും പതിറ്റാണ്ടുകളും ആയിരിക്കുന്നു. കേരളത്തിലെ ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിലെ നേതാവിനോട് നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുക, കൂടിയാലോചനകൾ നടക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഓഫറുകൾ തൂക്കി നോക്കുക. ഇതാണ് ഇത്തിരി കൂടുതൽ. ഓട്ടോ സിനിമയിൽ പപ്പു പൈസ തൂക്കി നോക്കി അതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്ന പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പുതിയതാണോ ശ്രീ ജേക്കബ് ജോർജ്? അല്ല, ഞാൻ പറയാം, കേരളത്തിൻ്റെ ചരിത്രം ജനാധിപത്യത്തിൻ്റെ ഒരു സുവർണ ചരിത്രം തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ താല്പര്യം. കാരണം 1957 EMS ഗവൺമെൻറ്, ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്, അതിൻ്റെ ഭൂരിപക്ഷം 5 സ്വതന്ത്ര MLAമാരായിരുന്നു എന്ന് ഓർക്കണം. ഒരാളും കാലുവാരിയില്ലല്ലോ. ഒരാളെയും കാലുവാരാൻ അന്നത്തെ കോൺഗ്രസ് പ്രതിപക്ഷം ശ്രമിച്ചില്ലല്ലോ. അതല്ലേ ഏറ്റവും വലിയ സൗന്ദര്യം ജനാധിപത്യത്തിൻ്റെ. പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നേരിയ MLAമാരുടെ ഭൂരിപക്ഷത്തിനല്ലേ. ജേക്കബ് ജോർജ് പറഞ്ഞോളൂ. അതെ, അത് തെറ്റാ. കോൺഗ്രസ്സുകാർ ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിട്ടു. അതുകൂടി പറയണം. പിരിച്ചുവിട്ടു. ആദ്യമായി പിരിച്ചുവിട്ടത് അത് പറയണം. അത് പറയാതെ പോരുത്. അല്ല, ഞാൻ MLAമാരെ ചാക്കിടുന്ന കാര്യം, വിലയ്ക്ക് വാങ്ങുന്ന കാര്യം ആ വിഷയത്തെക്കുറിച്ചാണ് ഈ കാര്യം പറഞ്ഞത്. ജനാധിപത്യം തീർച്ചയായിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ തീരുമാനം തെറ്റാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും അത് പോട്ടെ. പക്ഷേ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, 2 മുന്നണികൾ, ഒരു വശത്ത് കോൺഗ്രസ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് ഇത്തരം ചർച്ചകളിൽ. 2 മുന്നണികൾ, കോൺഗ്രസ് മുന്നണിയും CPM മുന്നണിയും വളരെ ശക്തമായിട്ട് 2 ഭാഗത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് BJP. ഒരു പാർട്ടിക്ക് ബലം കുറഞ്ഞെങ്കിൽ മാത്രമേ, പിന്തുണ കുറഞ്ഞെങ്കിൽ മാത്രമേ, ദ്രവിച്ച് ജീർണിച്ചെങ്കിൽ മാത്രമേ BJPക്ക് വളരാൻ കഴിയൂ. ഇതുവരെയും അവർ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞല്ലോ. ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞത് എന്താ? ഹിന്ദുക്കളുടെ വോട്ട് കൂടുതൽ മുഴുക്കൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസി, നല്ല കണക്കാണ്. പക്ഷേ ആ കണക്ക് അവരെ രക്ഷിച്ചില്ല. കാരണം കേരളത്തിൽ സന്ദീപ് വാര്യരെ ഹിന്ദുക്കളാണ് സംഘപരിവാറിൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എതിരെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പുറകെ പോകുന്നത്. പത്മിനി തോമസ് എന്ന പേരുണ്ട്. തോമസ്, എന്തിനു വേണ്ടിയാണ് തോമസിൻ്റെ പുറകെ പോകുന്നത്? അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പഴകുളം മധു, ഒരു കാര്യം പറയണമല്ലോ, പഴകുളം മധു അതിമനോഹരമായിട്ട്, അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ കേസ് അവതരിപ്പിച്ചു. അൽകുമാർ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ പഴകുളം മധുവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ രേഖപ്പെടുത്തും. അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു. പക്ഷേ പഴകുളം മധു ഒരു കാര്യം ഓർക്കണം, ഇന്ത്യ മുന്നണി ആണ്. കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ CPM ഒക്കെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവരാണ്. BJPക്കെതിരെ ശക്തമായ ഒരു യുദ്ധം, ഒരു ജനപിന്തുണ ഉണ്ടാക്കണമെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ കൂടെ BJP വിരുദ്ധ ചേരികൾ ഒന്നിക്കണം. അല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. കേരളത്തില് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നേതാവിനെ പോച്ച് ചെയ്യുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നോ? അതാണ് എൻ്റെ ചോദ്യം. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമായിരുന്നോ മുൻകാലങ്ങളിൽ? ഇപ്പോൾ കൂടിക്കാഴ്ചകൾ നടക്കുന്നു, ഓഫറുകൾ വെക്കുന്നു, അതിൽ തൃപ്തി ഉണ്ടാകുന്നു, തൃപ്തി ഇല്ലാതിരിക്കുന്നു, അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വെളിപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടാകുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെ വെളിപ്പെടുത്തൽ പോലും കേട്ടിട്ടില്ല. അല്ല, മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. TK എംസ മാറിയിട്ടുണ്ട്, ലോനപ്പൻ നമ്പാടം മാറിയിട്ടുണ്ട്. അതൊക്കെ താങ്കൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ലോനപ്പൻ തമ്പാടരൊക്കെ നമ്മൾ
നമ്മൾ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ. തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങളാണ് അത്. അന്ന് പണ്ടും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആൾക്കാർ അതൊക്കെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കുറേ കൗൺസിലർമാരെ തട്ടിക്കൊണ്ടുപോയില്ലേ. അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ബി ജെ പിയുടെ സ്വപ്നം സാഫല്യമാകണമെങ്കിൽ ബി ജെ പിക്ക് തന്നെ, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സന്ദീപ് വാര്യർ, ഞാനൊന്ന് പറയട്ടെ, ബി ജെ പിക്ക് സംഘടനാപരമായിട്ട് സ്വയം വളരാൻ കഴിയാത്തത് കൊണ്ടല്ലേ മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ പോച്ച് ചെയ്യുന്നത്, അല്ലേ? അതാണ് അതിൻ്റെ ശരിയെന്നാണ്, രാഷ്ട്രീയമായിട്ട് അതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ കോൺഗ്രസ് സംഘടന ദുർബലമായിട്ടുണ്ട്. ആ ദൗർബല്യത്തെ ബി ജെ പി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പത്മജ വേണുഗോപാലൊക്കെ പോയത് ആൻ്റണിയുടെ മകൻ കരുണാകരൻ്റെ മകൾ. എന്താ ബി ജെ പി വിചാരിച്ചത്? അവരെ കാണിച്ചാൽ കേരളത്തിലെ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ? അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പുറത്തേക്കുള്ള പാക്കേജ് ആയിരിക്കും. പക്ഷേ രണ്ടുപേരും കേരളത്തിൽ കിടന്നിങ്ങനെ കറങ്ങുക. ഞാനതിനകത്തെ ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം പ്രധാനമാണ്. കേരളത്തിൽ ബി ജെ പിക്ക് വളരണമെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് ലാറ്ററൽ എൻട്രി കൊണ്ടല്ലേ ബി ജെ പി ഇത്ര ഒരു അതെ. നേരത്തെ അനിൽകുമാർ കണക്കുകൾ നിരത്തി വെച്ചല്ലോ. 12 മുൻ മുഖ്യമന്ത്രിമാരും 117 കോൺഗ്രസ് എം പിമാരും ഒക്കെ പോയിന്ന്. ആ ലാറ്ററൽ എൻട്രി കേരളത്തിൽ അതുപോലെ വിജയിക്കുന്നുണ്ടോ നികേഷ്? ശരി, ചോദ്യത്തിലൂടെ ഞാൻ ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു. Debate with MV Nikesh Kumar.